നമുക്കിന്നൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കാം. അപ്പം ഇത് സാധാരണക്കാരുടെ ഒറ്റമൂലിയാണ്. ഒരുവിധം നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ്. അപ്പം മല്ലിയുണ്ട്, മല്ലി പൊടി വേണമെന്നില്ല, മല്ലി തന്നെ അത് കുറച്ച്, ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്, അതിലേക്ക് കണക്കാക്കിയിട്ടുള്ള മല്ലിയാണ്. പിന്നെ ഇഞ്ചിയുണ്ട്, നല്ല ജീരകം, ഏലക്ക, പട്ട, കുരുമുളക്, പനിക്കൂർക്കൽ, തുളസി, ഉപ്പ്. കല്ലുപ്പ് തന്നെ എടുക്കണം. ഉപ്പ് ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നമ്മൾ ഇവിടെ ഉപ്പിടലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും അതിൽ വരില്ല. നമ്മളിവിടെ പായസത്തിനൊക്കെ ഒരു നുള്ളു ഉപ്പൊക്കെ ഇടലുണ്ട്. എല്ലായിടത്തിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ചെയ്യാറുണ്ട്. കോഴിക്കോടിൽ ചില ആൾക്കാരൊക്കെ, പ്രായമുള്ളവരൊക്കെ ഇത്തിരി ഉപ്പൊക്കെ അതിലൊരു പിഞ്ച് ഉപ്പ് എന്ന് പറഞ്ഞിട്ട് ഇടും. എന്ന് വെച്ചിട്ട് പായസത്തിന് അതിൻ്റെ ടേസ്റ്റ് വരുമൊന്നുമില്ലല്ലോ. ആ ഒരു ഇതാണ്. എന്താ വെച്ചാൽ ഈ ഒറ്റമൂലിയിൽ ഉപ്പിട്ടോളാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഗാർഗിൾ ചെയ്യാനും അതൊക്കെ നല്ല ഉപ്പ് ഇടാനൊക്കെ അല്ലേ പറയുന്നത്. അതിട്ടിട്ട് ഗാർഗിൾ ചെയ്യാനും അങ്ങനെ പറയും. പിന്നെ ഇതിപ്പം നമുക്ക് തൊണ്ടയിലേക്ക് തട്ടുമ്പോൾ നല്ല ഒരു ആശ്വാസം കിട്ടും. ഇഞ്ചി ആയിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, എന്തായാലും ഇപ്പം മല്ലി ഞാനിവിടെ പറഞ്ഞിരിക്കുക, മല്ലി ഉന്മേഷത്തിനും ഒക്കെ ക്ഷീണമൊക്കെ മാറ്റാനും മല്ലിവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും. അത് ഓവറല്ല, ഇത്തിരി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കല്ലുപ്പ് പറഞ്ഞത് കല്ലുപ്പ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഒരു നുള്ളു കല്ലുപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചുക്ക് കാപ്പീൻ്റെ ഇത്. ചുക്ക് കാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവരും ചുക്കല്ലേ എന്ന് പറയും. ഇഞ്ചി ഉണങ്ങിയിട്ടുള്ളതാണല്ലോ ചുക്ക്. പച്ച ഇഞ്ചി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല ചുക്ക് വേണമെന്നുള്ളതാണെങ്കിൽ ചുക്കുണ്ടെന്ന് വെച്ചാൽ ചുക്കിട്ടോളൂ. ഇവിടെ പിന്നെ ഇഞ്ചിയാണ് ഉപയോഗിക്കാറ്. ഇഞ്ചി കുത്തി ചതക്കും, അതാണ് ഇതിലുപയോഗിച്ചത്. അപ്പോൾ ആ ഇഞ്ചിയും പിന്നെ ഇത് മൊത്തത്തിൽ ഒരു 9 ഐറ്റം ഉണ്ട്. കൂടാതെ നമ്മളെ കാപ്പിപ്പൊടി, ശർക്കരയും വരുമ്പോൾ 11 ഐറ്റം വരും. ഞാൻ സ്വതവേ ഒറ്റമൂലികൾ അല്ലെങ്കിൽ ഇങ്ങനെ ആയുർവേദപരമായിട്ടുള്ളത് ഉണ്ടാക്കുമ്പോൾ ഒറ്റ സംഖ്യകളിൽ, അതായത് ഇപ്പോൾ ഇത് കൗണ്ട് നോക്കിയാൽ എല്ലാം കൂടി 11 എണ്ണം ഉണ്ടാവും. ഇതിപ്പോൾ 9ഉം പിന്നെ കാപ്പിപ്പൊടി, ശർക്കരയും വരുമ്പോൾ 11 ഐറ്റം വരും. അന്നിപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുക. ഇത് ഇനിയിപ്പോൾ ഈ കലത്തിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് വെച്ചേക്കുന്നത്. നമ്മളധികം ഔഷധ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും ബെസ്റ്റ് മൺപാത്രങ്ങളിലാണ്. അത് വിരകാനായാലും എന്താ പറയുക, ഔഷധ കഷായങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ എല്ലാത്തിനും നല്ലത് മൺപാത്രങ്ങളാണ്. ഇനി മൺപാത്രം ഇല്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്റ്റീൽ പാത്രമില്ലേ, അലൂമിനിയം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ ഒഴിവാക്കണം. സ്റ്റീൽ പാത്രത്തിലായാലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും ബെസ്റ്റ് മൺപാത്രമാണ് കേട്ടോ. ഇതിൽ കണ്ടല്ലോ 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുക്കുക. നമ്മൾ സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കണം. ഇഞ്ചി, പട്ട, ഗ്രാമ്പൂ അതൊക്കെ പൊടിച്ചെടുക്കുക. ശർക്കരയും ഇലകളും ഒഴികെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായി. ആ പൊടിച്ചെടുത്തിട്ടുള്ള സാധനമാണ് ഫസ്റ്റ് ഇടുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ആ പൊടിച്ചിട്ടത് ആദ്യം ഇടും, പിന്നെ ആ ഇഞ്ചി ഇടും. അത് എന്നിട്ട് നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ എന്താക്കും, നമ്മളെ കയ്യിലുള്ള ശർക്കരയും കൂട്ടിയിടും. ഇതിപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം തിളച്ച് വരട്ടെ. തിളച്ച് ഈ നല്ല തിളയിൽ തന്നെ നമ്മൾ ആ ഇലകളൊന്നും ഇടില്ല, തുളസി, പനിക്കൂർക്കയൊന്നും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇടില്ല. ഇത് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അതൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കല്ലുപ്പുണ്ടല്ലേ, അതും അതിലേക്ക് ഇടണം. കുറച്ചെടുക്കുക, എന്നിട്ട് ആ കല്ലുപ്പ് അതിലേക്ക് ഇടുക. നമ്മളെ കയ്യിലുള്ള കല്ലുപ്പ് അതിലേക്ക് ഇടുക. ഓക്കെ. അത് കഴിഞ്ഞ് നല്ലോണം തിളക്കട്ടെ. ആ തിളച്ചതിന് ശേഷം നമ്മൾ ഇനി ഇടുന്ന കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി അളവ് 2 ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 1 സ്പൂണൊക്കെ മതിയാവുമായിരിക്കും, നിങ്ങളെ സ്പൂണിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. വെച്ചാൽ
ടേബിൾ സ്പൂണൊക്കെ ആണെങ്കിൽ 2 സ്പൂൺ ഇടേണ്ടി വരും. അപ്പം ഇതിപ്പോൾ എനിക്ക് കൈയളവ് പറയാൻ പറ്റാത്ത, ഇന്ത്യയിൽ ആകെ ഒരു പാക്കറ്റാണ്. ആ പാക്കറ്റിൽ കുറച്ചേ ഉള്ളൂ, നമുക്ക് പിടിച്ച് നോക്കിയാൽ അറിയില്ലേ, കുറച്ച് എമൗണ്ടേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ഞാൻ അതിലിട്ടിക്കുന്നത്. ഇനി ഇത് തീ നമ്മൾ തീ ഓഫ് ചെയ്തും കണ്ട് ആ തള ഒന്ന് താഴട്ടെ. തള കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ഇലകളിട്ട് അതിന്ന് വാടിക്കോളും. ആ വാടിക്കഴിഞ്ഞ്, അല്ലാതെ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഈ ചൂടിൽ തന്നെ അത് വാടിക്കോളും. പിന്നെ ഈ ശർക്കരയൊക്കെ ആ ചൂടിൽ തന്നെ മെൽറ്റ് ആയിക്കോളും കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞാൽ അറിയില്ല എന്നാണ് ഞാൻ പറയാറ്. ചെയ്യുമ്പോൾ കൂടെ നിൽക്ക്, കണ്ടുപഠിക്കുക എന്ന് പറയാം. എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വിശ്വാസത്തോടു കൂടിയും, നമുക്ക് ഉണ്ടാക്കുന്ന ഒരാൾക്ക് വിശ്വാസം വേണമല്ലേ, എൻ്റെ മരുന്ന് കുടിച്ചാൽ മാറും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ കൂടെ സ്നേഹവും പകർന്നു കൊടുക്കുക. നമ്മൾ ആ 2 സംഭവം, അതായത് വിശ്വാസവും സ്നേഹവും നമ്മൾ ഈ മരുന്നിൻ്റെ കൂടെ തന്നെ കൊടുക്കുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസവും കൂടി പകർന്നു കൊടുക്കുക. എൻ്റെ മരുന്നല്ലേ, മാറിക്കോളും എന്നുള്ള ലെവൽക്ക് പറഞ്ഞു കൊടുക്കുക. താനേ റെഡിയാവും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒറ്റമൂലി വൈദ്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളമാണ്. നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക. എന്തായാലും ഹെൽത്തിന് സൈഡ് എഫക്റ്റ് വരുന്നൊന്നും സാധനമല്ല, ഉന്മേഷം കിട്ടുന്ന സാധനം തന്നെയാണ് നമ്മുടെ ഈ ഒറ്റമൂലി ചുക്ക് കാപ്പി. ഓക്കെ, പിന്നെ ഇത് കുട്ടികൾക്കും കൊടുക്കുക. ഇങ്ങനെ തന്നെ അരിക്കാണ്ട് വലിയ ആൾക്കാർ